സ്കിൽഡ് മൈഗ്രേഷൻ ത്രൂ ആയിട്ട് കിട്ടുന്ന PR ലൈക്ക് 189, 190, 491 വിസയൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ആണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പോയിന്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഇതിനു വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണണം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാരാമീറ്റർ പ്രൈമറി ആപ്ലിക്കൻറ്റിൻ്റെ ഏജ് ആണ്. നിങ്ങളുടെ ഏജ് 18 to 24 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് 25 ആണ്. ഇനി നിങ്ങളുടെ ഏജ് 25 to 32 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ആണ്. അതാണ് PR പോയിന്റ് ഹയസ്റ്റ് പോയിന്റ് വരുന്നതും. ഇനി നിങ്ങളുടെ ഏജ് 33 to 39 ആണെങ്കിൽ 25 പോയിന്റ്സ് ആണ്. 40 to 44 ആണെങ്കിൽ 15 പോയിന്റ്സും. 45 എബോവ് ഉള്ള ആപ്ലിക്കൻസിന് പോയിന്റ്സ്, ഏജിന് പോയിന്റ്സ് ഒന്നുമില്ല. അടുത്തായിട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. നിങ്ങളൊരു കോമ്പീറ്റൻറ്റ് യൂസറാണ്, അതായത് IELTS എല്ലാ മൊഡ്യൂളിലും ഒരു 6 കിട്ടുന്നുണ്ട്, OETക്ക് എല്ലാ മൊഡ്യൂളിലും ഒരു C കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഒന്നുമില്ല, പക്ഷേ യു ആർ എലിജിബിൾ ടു അപ്ലൈ ആണ്. അടുത്തതായിട്ട് നിങ്ങളൊരു പ്രൊഫഷൻ്റ് യൂസറാണ്, അതായത് IELTS എല്ലാത്തിനും ഒരു 7 കിട്ടുന്നുണ്ട്, അതേപോലെ OETക്ക് B കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 10 ആണ്. പക്ഷേ നിങ്ങളൊരു സുപ്പീരിയർ യൂസറാണ്, അതായത് IELTS എല്ലാ മൊഡ്യൂളിലും 8 or എബോവ് അല്ലെങ്കിൽ OETക്ക് A കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 20 ആണ്. അടുത്ത പാരാമീറ്റർ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസിൽ 2 തരത്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഓസ്ട്രേലിയക്കകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സ് ഔട്ട്സൈഡ് ഓഫ് ഓസ്ട്രേലിയ. അപ്പോൾ ഇതിൻ്റെ 2 പോയിന്റ്സും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഓസ്ട്രേലിയയുടെ അകത്ത് ലാസ്റ്റ് 10 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിന് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തിൽ താഴെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് 5 ആണ്. ഇനി അടുത്ത നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് 3ക്കും 5നും ഇടയിലാണെങ്കിൽ 10 പോയിന്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് 5നും 8നും ഇടയിലാണെങ്കിൽ 15 പോയിന്റ്സ് ആണ്. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് 8 to 10 ഇയേഴ്സ് ആണെങ്കിൽ, ലാസ്റ്റ് 10 ഇയേഴ്സിൽ 8 to 10 ഇയേഴ്സ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20 പോയിന്റ്സ് ആണ്. അടുത്തായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് ലെവൽ ഡിഗ്രി ഉണ്ട്, അതും ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ റിക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിലുള്ള ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് 20 ആണ്. ഇനി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, അതും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ റിക്കഗ്നൈസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് 15 ആണ്. ഇനി നിങ്ങളൊരു ഡിപ്ലോമ ലെവൽ എഡ്യൂക്കേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്, ഒന്നുകിൽ ഒരു ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ റിക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡിലോ ഡിപ്ലോമയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് 10 ആണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ പോയിന്റ് കാൽക്കുലേഷൻ്റെ പാരാമീറ്റേഴ്സ്. ഇനി ഇത് കൂടാതെ കുറച്ച് അതർ പോയിന്റ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് CCL, അതായത് ക്രെഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ്. ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ലാംഗ്വേജ് ഇൻ്റർപ്രറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണത്. അപ്പോൾ ആ ഒരു എക്സാം, അതൊരു NATI CCL എന്ന് പറയും, ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് 5 ആണ്. അതൊരു ഓൺലൈൻ എക്സാം ആണ്. ഇനി നിങ്ങൾ ഓസ്ട്രേലിയയുടെ റീജിയണൽ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 പോയിന്റ്സ് ആണ്. അപ്പോൾ അത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അല്ല കേട്ടോ, ക്ലാസ്സിൽ പോയി തന്നെ പഠിക്കണം. അടുത്തതായിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ഇയർ കംപ്ലീഷൻ, അറ്റ്ലീസ്റ്റ് 12 മന്ത്സ് നിങ്ങൾ ലാസ്റ്റ് 4 ഇയറിൻ്റെ പ്രൊഫഷണൽ ഇയറിൽ അറ്റ്ലീസ്റ്റ് 12 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 പോയിന്റ്സ് ആണ്. ഇനി അടുത്ത് 190ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി നമ്മളെ നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അടുത്തത് 489 വിസയുടെ കാര്യമാണ്. അതായത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി നമ്മളെ നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ നമ്മളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 പോയിന്റ് ആണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത്, നമുക്ക് ഈ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നതിന് പണ്ടത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് പോയിന്റ്സിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ്. അതായത് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് നേരത്തെ 5 പോയിന്റ് ആയിരുന്നു, ഇപ്പോൾ അത് 10 ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ പാർട്ട്ണറിന് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്ലസ് പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ വലിയ പോയിന്റ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ 10 പോയിന്റ്സ് കിട്ടും. അതേപോലെ നിങ്ങളുടെ പാർട്ട്ണറിന് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മാത്രമേ ഉള്ളൂ, സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും 10 പോയിന്റ് ആണ് കിട്ടുന്നത്. നിങ്ങളൊരു സിംഗിൾ ആപ്ലിക്കൻ്റാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അതേപോലെ നിങ്ങളുടെ പാർട്ട്ണർ ഓസ്ട്രേലിയൻ PR ഹോൾഡറോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളോ ആണെങ്കിൽ 10 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ PR പോയിന്റ് കാൽക്കുലേഷൻ്റെ പാരാമീറ്റേഴ്സ്. നിങ്ങൾക്ക് വേണ്ടത് മിനിമം 60 പോയിന്റ് ആണ്.
60 പോയിന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ബോർഡർ ലൈനിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 65 ആണ് എല്ലായിടത്തും തന്നെ കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ 60 പോയിന്റ് ഉള്ളവരെയും വിളിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. വീഡിയോ ഫുള്ളായിട്ടും കാണണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു.